എന്താ പേര്? എൻ്റെ ഒരു അനിൽകുമാർ. അനിൽകുമാർ. എവിടെയാണ് സ്ഥലം? ഞാൻ ഇവിടെ പരിപ്പശ്ശേരിക്ക് മൊറാഴിയാണ്. മൊറാഴിയാണ് അല്ലേ? മൊറാഴിയുടെ ശിവക്ഷേത്ര ക്ഷേത്രത്തിൽ അല്ലേ? അവിടെ കള്ളരിയുണ്ടോ? അടിയുണ്ടോ? ഞാൻ നിങ്ങളവിടെ ത്രിപുര സുന്ദരി ക്ഷേത്രത്തിൽ വെക്കുന്നു. തൊട്ടപ്പുറമുള്ള വിശ്വകർമാവിൻ്റെ ആ വളവ് തന്നെയുള്ള മഹാദേവ ക്ഷേത്രം കുറച്ചിപ്പുറമായിട്ട്. പിന്നെ ഇവിടെ എത്ര കുട്ടികളുണ്ട്? ഇവിടെ ഇപ്പോൾ 47 കുട്ടികളും പിന്നെ 14 മുതിർന്ന രക്ഷിതാക്കളുണ്ട് അല്ലേ? പിന്നെ അതുപോലെ നിങ്ങൾ ഗുരുക്കളാരാ? ഗുരുക്കൾ ആരാ? ഗുരുക്കളെ ശിഷ്യനാണ്. അല്ല, അങ്ങനെ നിങ്ങളെ ഗുരുവിൻ്റെ പേരെന്താ? വിജയൻ ഗുരുക്കൾ. വിജയൻ ഗുരുക്കൾ. വിജയൻ ഗുരുക്കൾ മൊറാഴി. അവിടെ കളരി ഏതാ? കളരി ഏത്? കളരി ജയകേരള കളരി. പിന്നെ നിങ്ങളെ പിന്നെ നമ്മളെ പുത്തൂരും ആ ഇതിൽ വരുന്ന തെക്കേ ഇതിൽ മലബാറിലെ ആ ഒരു രീതിയാണോ വരുന്നത്, അല്ലെങ്കിൽ തെക്കൻ സമ്പ്രദായം വടക്ക സമ്പ്രദായം? അതെ, വടക്ക സമ്പ്രദായം മെയിനായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇങ്ങോട്ടെല്ലാം വടക്ക് ഭാഗമായിക്കോ അല്ലേ? അപ്പോൾ നമ്മളെ പൂർവ്വ ഗുരുവിൻ്റെ ഈ ഗുരുക്കളെ പേരെന്തായിരിക്കും ശിവകുമാറായി? നമ്മളെ കേരളത്തിൽ കളരി കൊണ്ടുവന്ന ആളെ പേരെന്താണെന്നറിയോ? കേരളത്തിലെ ആദ്യത്തെ കളരി ആശാൻ? അതിപ്പോൾ കാര്യമായിട്ട് പറയാം. നമ്മളിപ്പോൾ ആദ്യം ഉണ്ടായത് പരശുരാമന്റെ രീതി അങ്ങനെയാണെന്ന് പറയപ്പെടുന്നത് അല്ലേ? ഇതൊരു സമ്പ്രദായത്തിൽ വന്നതാണ് നമ്മളത് അല്ലേ? അപ്പം ഇപ്പം ഇത് ക്ഷേത്രത്തിന്റെ ഇതിൽ ചെയ്യുന്നത് ഇവിടെ ക്ഷേത്രത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ട് അവര് കുട്ടികളെ പഠിപ്പിക്കാൻ കുട്ടികളെ നല്ല കാര്യമാണ്. വെച്ചാൽ മറ്റുള്ള ക്ഷേത്രങ്ങളും കണ്ടുപിടിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ എന്താ പേര് പറഞ്ഞ? രാജീവ്. അനിൽകുമാറിനോട് ഒരു കാര്യം കൂടി ചോദിക്കുന്നു. ഇനി മറ്റുള്ള ക്ഷേത്രങ്ങൾ ഇതുപോലെ ക്ഷണിച്ച് ഞങ്ങൾ പോകുമായിരുന്നു? ഇപ്പോൾ ചെയ്യുന്നുണ്ട്. 4 ക്ഷേത്രത്തിൽ ചെയ്യുന്നത്. ഏതെല്ലാം ക്ഷേത്രങ്ങൾ ചെയ്യുന്നു? ഇവിടെ പിന്നെ നമ്മൾ ഈ അടുത്ത് തന്നെ ഇല്ല, പുളിപ്പിടാവ്, നെടുവാലൂർ, വളക്കൈ നടം. അപ്പോൾ നിങ്ങൾ പിന്നെ ഈ ഓരോ ക്ഷേത്രത്തിൽ ഓരോ ദിവസങ്ങളായിരിക്കുമല്ലോ, അല്ല ഞായറാഴ്ച ആയിരിക്കുമല്ലോ? ഇല്ലല്ലോ. അല്ലേ? അപ്പോൾ ഒന്ന് നമ്പർ പറഞ്ഞോ, അതിന് മറ്റുള്ള ക്ഷേത്രക്കാർക്കും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോട്ട്. അത് ആവശ്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കൂടുതൽ നമുക്ക് ഇതെടുക്കാനില്ല. നമ്മൾ കുട്ടികളായതുകൊണ്ട് 4 മണിക്ക് സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 6-7 മണിയില്ല ഗ്യാപ്പിലായി. എന്തായാലും നമ്പർ പറഞ്ഞോളൂ. നമ്മൾ കളരിയായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമുള്ള കളരിരാശാന്മാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നിങ്ങളെ കളരിയുള്ള ഒത്തിരി പേരിൽ കാണുന്നുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക കളരിയിലുള്ള ആൾക്കാർ നമുക്ക് പരിചയമുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഒന്ന് പേര് പറഞ്ഞോളൂ. കളരി നമ്പർ പറഞ്ഞോളൂ. 90 74 65 92 05. കളരിന്റെ പേര്? ജയകേരള കളരി സംഘം. എവിടെ ഓഫീസ്? ആരുടെ പാളത്തളപ്പിലാണ്. എൻ്റെ ഗുരുക്കളെ പേര് വിജയൻ ഗുരുക്കൾ. അവർ 1000കണക്കിന് ശിഷ്യന്മാർ അവരിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ അവർക്ക് കുറേ കളരിയുണ്ട്. 4-5 കർണാടകത്തിലും ബാംഗ്ലൂർ അങ്ങനെ. വിദേശത്തൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടല്ലേ? അല്ല, ഇന്ത്യയിൽ മാത്രമല്ലേ? എന്തായാലും ധാരാളം കുട്ടികൾക്ക് ഇനിയും ഇതുപോലെ മുറകൾ ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. നമ്മളെ കളരിയാകുമ്പോൾ വെച്ചാൽ സൈഡ് എഫക്റ്റ് വേറെ ഒന്നുമില്ല. നമ്മൾ ആയുർവേദം കഴിക്കുന്ന പോലെ, മരുന്ന് കഴിക്കുന്നില്ല. അപ്പോൾ അത് ഈ കാലഘട്ടത്തിൽ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ വരും തലമുറ നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുട്ടികളെ ഇപ്പോഴേ നമ്മൾ പഠിപ്പിക്കണം. അത് മാത്രമല്ല, ഇന്ന് അക്രമങ്ങളും കുഴപ്പവും പ്രശ്നം പ്രയാസങ്ങളും ഉള്ള നാട്ടിലേക്ക് കൂടി നടന്നു പോകുന്നില്ലേ? അപ്പോൾ അത് കുട്ടികൾ ആരോഗ്യ കലകൾ പഠിക്കുന്നത് നല്ലത് തന്നെയാണ് അല്ലേ? എന്നാൽ നല്ല നമസ്കാരം. ഒരു കൂടി കാണാം. അതെ, നല്ല നമസ്കാരം. കളരിയിൽ പേരെന്താ പറഞ്ഞേ? ജയകേരള കളരി സംഘത്തിലെ കുട്ടികളാണ്. ഇത് ചെറിയൊരു വിഭാഗം, ചെറിയ സീനിയർ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ്. ഇനി ജൂനിയർ ഉണ്ട് വേറെ അല്ലേ? ഇങ്ങനെ ആ കളരി അടിപൊളി കളരിയാ? എല്ലാം പഠിപ്പിച്ചല്ലേ മാഷ്? അപ്പോൾ നല്ല കുട്ടികളായി വേഗം പഠിക്കുക. ഇതുപോലെ ഒരു അവസരം ഇനി എവിടെയും കിട്ടില്ല, മനസ്സിലായോ? ഈ സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഉണ്ടാവും നല്ലൊരു കളരി ഗുരുക്കളായി നിങ്ങൾക്കും ഇതുപോലെ കുറേ പേരെ പഠിപ്പിക്കാൻ പറ്റും. ഇത് മറ്റുള്ളവർ ഉപയോഗിക്കാനുള്ളതല്ല, ഒരു പോയിട്ട് അടിക്കാനുള്ള സാധനമല്ല കേട്ടോ.
യഥാർത്ഥ കളരി അറിയുന്ന ഒരാൾ, മർമ്മം അറിയുന്ന ഒരാൾ അടിക്കാൻ പോകില്ല എന്നാണ് പറയുക. മനസ്സിലായോ? നല്ല കുട്ടികളെ പഠിക്കണം കേട്ടോ. എല്ലാവരും പേര് പറയാൻ സമയം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഒന്നുണ്ട് മാഷ് നല്ലോണം പഠിപ്പിക്കുന്നുണ്ടോ? എന്താ മാഷ പേര്? ഗുരുക്കളുടെ പേരെന്താ പറഞ്ഞോ? അനിൽകുമാർ. എവിടെയോ ഉള്ള ഞാൻ കൃത്യം പറഞ്ഞു. അറിയാം. എന്നാ എൻ്റെ പേരെന്നാ? എത്രയല്ല പഠിക്കുന്നത്? അതെയാ, നല്ലോണം പഠിക്കുന്നുണ്ടാ? A+ ഉണ്ടാ? നീ വെറുതെ ഫോണിൽ കളിക്കുന്നു പറഞ്ഞിട്ട് എൻ്റെ അമ്മയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞേ. വെറും ഫോണിൽ കളിയാന്നുള്ള പഠിക്കൽ വളരെ കുറവ് പറഞ്ഞിട്ട് തോന്നുന്നില്ല. വീട്ടിൽ നിന്ന് അതിലൂടെ വരുമ്പോൾ കണ്ടിട്ട് പറഞ്ഞത്. പിന്നെ മാഷെങ്ങനെ നല്ലോണം പഠിപ്പിക്കുന്നുണ്ടാ? നല്ലോണം പഠിക്കുക. സൂചിമലിരിക്കാൻ തുടങ്ങിയാ? സൂചിമലിരിക്കാൻ തുടങ്ങിയാ? എല്ലാം ഇപ്പം എത്ര പേരെ പഠിച്ചു? 3 പേരെ പഠിച്ചു. ഇനി ബാക്കി അങ്ങോട്ട് പഠിച്ചെല്ലാം എടുക്കും കേട്ടോ.
തന്നെ തലത്തേക്ക് തലത്തേക്ക് വന്നു തണുപ്പ് അടിപൊളി സംഭവമാണ്. ആവാ നിങ്ങളെ ആ ആശാരിക്കാവ് ഏതാ പേര്? തെയ്യമുണ്ടോ അവിടെ? എത്ര തെയ്യമുണ്ട്? 11 തെയ്യമുണ്ട്. ഏത് മാസം വരുന്നത്? ജനുവരി. അല്ല, കാരണം തെയ്യം നമ്മളെ ഈ ഗ്രൂപ്പിൽ തന്നെ തെയ്യങ്ങൾ ഏഴ് തെയ്യം കൂടി എത്തുന്ന മക്കളുണ്ട് ഇഷ്ടംപോലെ. കാരണം അങ്ങനെയുള്ള കലകൾ ഇഷ്ടപ്പെടുന്ന കുട്ടിയുണ്ട്. അപ്പം ഇവിടെ 11 തെയ്യങ്ങളുണ്ട് അല്ലേ? എത്ര ദിവസത്തെ ഉത്സവം വരുന്നു? 5 ദിവസത്തെ ഉത്സവം അല്ലേ? 3 ദിവസം. അപ്പം ഞാൻ ചോദിക്കുക, ഏറ്റവും തെയ്യങ്ങൾ കൂടുതൽ ഉള്ള ഏത് ദിവസം? മക്കയിലും വെള്ളട്ടായിക്കൂല? 5-ാം തീയതി ഉണ്ടാകും. നൈലേരിയിലേക്ക് പോകുന്ന തെയ്യമുണ്ടോ? നൈലേരിയിലേക്ക് ഇറങ്ങി ബലിയുണ്ട്. ബലിയല്ല, അതൊരു ചവിട്ടി തെറിപ്പിച്ച് പോക്കാം, അത്രയല്ലേ ഉള്ളൂ അല്ലേ? മറ്റേ ഉച്ചത്തിൽ തിരിച്ചാൽ മതിയൊന്നുമില്ലല്ലോ? ഇല്ല. തായ്പര ദേവത അല്ലേ? പുറത്തെ മീൻ